ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഹരിത വർഷയോടായിട്ട് പറയുന്നുണ്ട്, നീ എന്താ രാഹുലിൻ്റെ സഹോദരി എന്ന് പറയാനായിട്ട് വിക്രമൻ സാറിൻ്റെ, അതായത് എൻ്റെ അങ്കിളുടെ മകളാണോ, അവിഹിതത്തിലുണ്ടായ മകളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തൊരു വൃത്തികെട്ട ചോദ്യമാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നീ എന്ന് പറയുന്നുണ്ട്. അല്ല, സഹോദരി അപ്പോൾ പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. നീ ചോദിച്ചുകൊണ്ട് പറയാണ് എൻ്റെ അമ്മയുടെ പേര് ലക്ഷ്മി എന്നല്ല, നളിനി എന്നാണെന്ന് പറയുന്നു കേട്ടോ. മര്യാദയ്ക്ക് സംസാരിക്കണം. മാത്രമല്ല, ഒരാണും പെണ്ണും സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അതുടനെ പ്രേമമാണെന്ന് നിന്നെപ്പോലെ വൃത്തികെട്ട സ്ത്രീകൾക്ക് അത് മനസ്സിലാവുകയുള്ളൂ. രാഹുൽ ചേട്ടൻ എൻ്റെ സഹോദരനാണ്. ഒരു സഹോദരനാവണമെങ്കിൽ സ്വന്തം അമ്മയുടെ ഗർഭപാത്രത്തിൽ പിറക്കണമെന്നില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ വർഷ. ഓ, എന്തായാലും കള്ളം മൂടി വയ്ക്കാനുള്ള അടവാണല്ലേ. നിന്നെ തിരിഞ്ഞ് അല്ലെങ്കിൽ നിന്നോട് അവൻ എപ്പോഴും കൂടെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ പിടിച്ചത്. ഇതൊരു കള്ളമാണ് നിങ്ങൾ പറയുന്നത് എന്നൊക്കെ വർഷയോട് ഹരിത പറയുന്നുണ്ട്. ആ സമയത്ത് അഞ്ജുവും അതുപോലെ അവിടുത്തെ മല്ലികാക്കി കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ആ രാഹുലാണോ അന്ന് വർഷയെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കിയ ബൈക്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അത് അഞ്ജുവിനൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. പക്ഷേ ഈ പറയുമ്പോഴത്തേനും അഞ്ച് ഓടി ചെല്ലുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? രാഹുൽ ഇവരും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് നീയാണോ പറയേണ്ടത്? ഇവളാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇവളും അവനും തമ്മിലുള്ള ബന്ധം എനിക്ക് നല്ല പോലെ അറിയാമെന്ന് പറയുന്നു. ആ സമയത്ത് മല്ലികയും പറയുന്നുണ്ട്, രാഹുൽ ഒരിക്കൽ വർഷയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹരിതയുടെ സംശയം കൂടുതൽ ബലപ്പെടുകയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ വർഷയും അഞ്ചും പറഞ്ഞിട്ടൊന്നും ഹരിത വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. ആ സമയത്ത് അവിടേക്ക് ശിവയും അതുപോലെ അഭിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അഭിയും ശിവയും, ഇയാളെന്താ ഇവിടെ നിൽക്കുന്നത്? ഓ, ആ ന്യൂസ് പുറത്ത് വിടണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് ആൻറ്റിയുടെ കാല് പിടിക്കാൻ വന്നിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. നിങ്ങളെന്താ, ഒരു ന്യായപരമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. എനിക്ക് നിങ്ങളുടെ ഒരു കാര്യവും വേണ്ട, മനസ്സിലാക്കിക്കോ എന്ന രീതിയിലൊക്കെ വിക്രമനും പറയുന്നുണ്ട്. നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം പിന്നെ എന്താണ്? കൂടുതൽ ഇവിടുന്ന് സംസാരിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ആട്ടി പറഞ്ഞയച്ചില്ലേ, അതുപോലെ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. മാത്രമല്ല, നിങ്ങൾ എന്ത് വായിൽ നിന്ന് പറഞ്ഞാലും ഇവിടെയെല്ലാം ഞങ്ങൾ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണെന്ന രീതിയിലൊക്കെ കേട്ടോ. അങ്ങനെ വിക്രമിന് ഒന്നും സംസാരിക്കാൻ പറ്റാണ്ടായി. പിന്നീട് എന്തായാലും പെട്ടെന്ന് തന്നെ ശിവ അകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അവിടെ ഹരിതയും കയറിപ്പോയിട്ടുണ്ടെന്ന് ധനപാലൻ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം തന്നെ അവിടെ ഒരു ടെസ്റ്റ് തന്നെ കേട്ടോ നടക്കുന്നത്. കാരണം ശിവ തെറ്റിദ്ധരിക്കുകയാട്ടോ വർഷയെ. വീണ്ടും തന്നെ വർഷയോടും അതുപോലെ തന്നെ അഞ്ജുനോടും ഹരിത സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, നീ എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന രീതിയിൽ തന്നെ കേട്ടോ ഹരിതയോട് ശിവ ചോദിക്കുമ്പോൾ, അപ്പോഴത്തേനും ഹരിത പറയുന്നുണ്ട്, ഞാൻ നിന്നെ കാണാനല്ല വന്നിട്ടുള്ളത്, രാഹുലിൻ്റെ കാമുകി ഇവളാണെന്ന രീതിയിലാണ് പറയുന്നത്. വർഷയോ, അനാവശ്യം പറയരുത്, വർഷ അത്രക്കാരിയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അതെന്താടി, നിനക്ക് അവനെ സ്വന്തമാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് നീ നിൻ്റെ കൂട്ടുകാരെയും കൂടി കൂട്ടിയിട്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ നടത്തിയത് എന്ന രീതിയിലാട്ടോ ഹരിത ചോദിക്കുന്നത്. എനിക്ക് രാഹുലിനെ വേണ്ട, പക്ഷേ ഇവൾ അവൻ്റെ കാമുകിയാണെന്ന് പറയാൻ നിനക്ക് എന്താ അധികാരമുള്ളത് ഹരിത എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് തെളിവ് സഹിതം എനിക്ക് കിട്ടിയതാണ്, അത് സത്യമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ശിവയ്ക്ക് സന്തോഷമാവാണ് ചെയ്യുന്നത്. അത് സത്യമാണ് വർഷേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇവൾ പറയുന്ന പോലെയല്ല, എനിക്ക് കിട്ടാതെ രാഹുലിനെ നിനക്ക് കിട്ടിയല്ലോ, എനിക്കത് മതി. നമ്മളിൽ ആരെങ്കിലും ഒരാൾക്ക് അവനെ കിട്ടിയാൽ മതി എന്നായിട്ടോ. ആ സമയത്ത് തന്നെ വർഷയ്ക്ക് ആകെ ഒരു ടെൻഷനും പിന്നെ അഞ്ജുവിനും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയോ അല്ലാതൊരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നായിട്ടോ. അതിനുശേഷം തന്നെ മല്ലികാക്ക് എല്ലാം തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മേഡം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്ത് പോകാനുള്ള ഒരു അവസരമാണല്ലോ നിൽക്കുന്നത് എന്ന രീതിയിലാണ് കേട്ടോ. അതിനുശേഷം തന്നെ ഹരിതയ്ക്ക് ദേഷ്യം വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. വർഷയും അഞ്ജുവും ആകെ ടെൻഷനാണ്. അഞ്ജുവിനാണെങ്കിലോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ. അതിനുശേഷം തന്നെ ശിവയാണെങ്കിലോ വർഷയെ കൂട്ടിക്കൊണ്ട് പോവാണ് വിക്രമിൻ്റെ അടുത്തേക്ക്. അതിനുശേഷം തന്നെ നിങ്ങളുടെ മകൻ ഇവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ കല്യാണം ഞങ്ങൾ നടത്തി കൊടുക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ നടത്തി കൊടുക്കും നല്ല പോലെ, അതെനിക്കൊന്ന് കാണണല്ലോടി എന്ന രീതി. എൻ്റെ മരുമകൾ ഒരുപാട് ആഗ്രഹിക്കേണ്ട, അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവിടേക്ക് ഹരിത വരുന്നുണ്ട് കേട്ടോ. ഹരിത വരുന്നുണ്ട്, ഒരിക്കലും ഇവരുടെ കല്യാണം ഞാൻ നടത്തില്ല, അവൻ ആര് വേണേൽ സ്നേഹിച്ചോട്ടെ, പക്ഷേ അവൻ താലി കെട്ടുന്നത് എന്നെ മാത്രമായിരിക്കും എന്നാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. അതിനുശേഷം തന്നെ അതൊരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല. കാരണം രാഹുലിന് ഇവളാണ് വലുതെങ്കിൽ അവന് ഒരു സ്വത്തുക്കളും സമ്പാദ്യവും വേണ്ട എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവളുടെ കല്യാണം നടത്തിയിരിക്കും എന്ന രീതിയിലാണ് കേട്ടോ പറയുന്നത് ശിവ.
അത് പിന്നെ പുളിക്കുമെന്ന രീതിയിൽ അത് നോക്കാലോ എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടാണ് എല്ലാവരും കൂടി അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. ആ സമയത്ത് തന്നെ പിന്നീട് മല്ലികാക്ക പറയുന്നുണ്ട്, ഇത് ഞാൻ മേഡത്തെ അറിയിച്ചില്ലല്ലോ, പോയി അറിയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകും. നിലപാലിനാണെങ്കിലും അയ്യോ നിൽക്ക് മല്ലിക എന്ന് പറയുന്നുണ്ട്. എന്നാലും ഞങ്ങൾ അറിയിക്കട്ടെ പറഞ്ഞിട്ട് ഓടിപ്പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് വർഷയെ തന്നെയാണ് കേട്ടോ. വർഷയാണെങ്കിലോ അഞ്ചും കൂടി സംസാരിക്കുന്നുണ്ട്. അഞ്ചും വർഷയും കൂടി ഒരുപാട് നേരം സംസാരിക്കുന്ന സമയത്ത് വേറൊന്നല്ല, ഇനി മേലാൽ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കണം. കാരണം അഞ്ചു ഒരു കാര്യം അങ്ങനെ അഞ്ചു പറയുന്നുണ്ട്, രാഹുലിൻ്റെ ഗേൾ ഫ്രണ്ട് ഞാനാണെന്നുള്ളത് എല്ലാവരും അറിയണം. അല്ലെങ്കിൽ തനിക്ക് ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും. തന്നെ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വേട്ടയാടുന്നുണ്ട്. അതിലൂടെ ഇതും പറ്റില്ലടോ. അത് സാരമില്ല. കാരണം എല്ലാ പ്രശ്നങ്ങളും എൻ്റെ തലയിലിരിക്കട്ടെ. തന്നെ ബലിയാടാക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് വർഷ പറയുന്നുണ്ട്. അത് സാരമില്ലടാ. കാരണം ഇത് സത്യാവത്ത് ഇത് തന്നെയാണ്. അവരുടെ പ്രതീക്ഷകളെല്ലാം തന്നെ തകർത്തത് ഞാനല്ലേ. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷ എനിക്ക് തന്നെ കിട്ടണം. അവരെന്നെ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ. പക്ഷേ രാഹുലിൻ്റെ കാമുകി ഞാനാണെന്ന് എല്ലാവരോടും വിളിച്ച് പറയണമെന്നുള്ള ഉറപ്പിലാട്ടോ അഞ്ച് നിൽക്കുന്നത്. പിന്നീടാണെങ്കിലോ ധനപാലനും അതുപോലെ തന്നെ ചന്ദ്രദാസും വസുന്ധരേനെയും കൂടി കാണിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ മല്ലിക വന്നിട്ട്, മാഡം എനിക്കൊരു സീക്രട്ടായിട്ടുള്ള കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. അടുക്കളക്കാരിയാണെങ്കിൽ എന്നോടിപ്പോൾ പറയണ്ടേ, ഞങ്ങളൊരു സംസാരത്തിലല്ലേ എന്ന് പറയുന്നുണ്ട്. അതല്ല വേറൊരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുന്നുണ്ട്. മല്ലിക പറയുന്നുണ്ട്, വർഷയുണ്ടല്ലോ, വർഷയുടെ കാമുകൻ ആ ഒരു വിക്രമൻ സാറിൻ്റെ മകനായിട്ടുള്ള രാഹുലാണെന്ന് പറയുന്നു. അതെന്താ അങ്ങനെ എന്ന രീതിയിലായിട്ടോ ചോദ്യം. പക്ഷേ ഇതെല്ലാം തന്നെ വിവേക് അവിടെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടെ കല്യാണം നമുക്ക് നടത്തി കൊടുക്കണം, വിക്രമിനോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് മേഡം അത് ഏറ്റെടുക്കണം എന്നായിട്ടോ. അതെ, അത് തന്നെയാണ് ശരി. ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ട് എൻ്റെ മക്കളെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടുകയൊന്നുമില്ല, അവരെ ഞാൻ ഒന്നിപ്പിക്കാനായി നോക്കുകയുള്ളൂ എന്നായിട്ടോ അവളോട് എൻ്റെ ആശംസകളൊക്കെ അറിയിക്കൂ ശിവ എന്ന് പറഞ്ഞിട്ട് ശിവയെ പറഞ്ഞയച്ച് വിടുന്നു. ആ സമയത്ത് തന്നെ വിവേക് ചിന്തിക്കുന്നുണ്ട്, രാഹുലല്ലേ പറഞ്ഞത് കണ്ണിൽ കാണാത്തൊന്നും വിശ്വസിക്കരുതെന്ന്. ഇപ്പം എന്തൊക്കെ ഇവിടെ നടക്കുന്നത്, ഞാൻ ആരെ വിശ്വസിക്കേണ്ടതെന്നായിരുന്നു. അപ്പോഴത്തേനും രാഹുൽ വിവേക് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്തായാലും വസുന്ധര ഒരു ശപഥം ചെയ്യണം, എന്നാലല്ലേ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ നടത്താൻ വസുന്ധരയ്ക്ക് കഴിയുള്ളൂ എന്നായി. ആ സമയത്ത് തന്നെയാണ് എന്തായാലും മാഡത്തിൻ്റെ മുടി നമുക്ക് മുട്ടയടിക്കാൻ നേർച്ച നേരാം എന്ന് പറയുന്നു. വിവേക് ഓടി വരുന്നുണ്ട്. അതിനുശേഷം തന്നെ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ നേർച്ച നേർന്നത്, കാരണം ഇപ്പോൾ അമ്മയുടെ മുടി അഴിച്ചിട്ടിട്ട് പോലും ഇത് കെട്ടാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് വീണ്ടും മുടി മുറിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ. എന്തായാലും വർഷയുടെ രാഹുലിന് വിവാഹം നടന്നിട്ടില്ലെങ്കിൽ ധനത്തിൻ്റെ മുടി നമുക്ക് മുട്ടയടയ്ക്കാമെന്ന് പറയുന്നു. അതായിരിക്കും നല്ലതെന്ന് വിവേകും പറയുന്നുണ്ട്. വർഷയുടെ എൻ്റെയും കല്യാണം കഴിയുന്ന സമയത്ത് തന്നെ അച്ഛൻ്റെ മുടി മൊട്ട, അത് നല്ല രസമുണ്ടാവും എന്നും പറയാട്ടോ ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ വീണ്ടും എല്ലാവർക്കും നല്ല സന്തോഷമാവുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. വൈകിട്ട് പ്രമോ ആയിട്ട് കാണാം കേട്ടോ.